നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. രാജയോഗി ബ്രഹ്മകുമാരീസ് പേരാമ്പ്രയുടെ നേതൃത്വത്തിൽ ബിസിനസിന്റെ വിജയം എന്ന വിഷയത്തിൽ മെഡിറ്റേഷൻ പ്രോഗ്രാം പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചു. ബ്രഹ്മകുമാരീസ് കോഴിക്കോട് അസിസ്റ്റന്റ് ഡയറക്ടർ രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ ബഹൻജി ടോപ്പിക് പ്രസന്റേഷൻ നടത്തി. വർഷങ്ങളായി പേരാമ്പ്രയിൽ പ്രവർത്തിക്കുന്ന ആത്മീയ കേന്ദ്രമായ രാജയോഗി ബ്രഹ്മകുമാരീസിന്റെ നേതൃത്വത്തിൽ മെഡിറ്റേഷനിലൂടെ ബിസിനസിന്റെ വിജയം എന്ന വിഷയത്തിൽ മെഡിറ്റേഷൻ പ്രോഗ്രാം പേരാമ്പ്ര റീജിയണൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ബ്രഹ്മകുമാരീസ് കോഴിക്കോട് അസിസ്റ്റന്റ് ഡയറക്ടർ രാജയോഗിനി ബ്രഹ്മകുമാരി ശ്രീജ ബഹൻ വിദ്യാലയം പരിചയപ്പെടുത്തി. മനസ്സിലൊരു സ്നേഹപുഷ്പം അർപ്പിച്ചു ഞങ്ങൾ ശിവഭഗവാനെ, അവിടുത്തെ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ. സ്നേഹത്തിൻ ദീപമായി തെളിയുന്ന ദേവ പരമപിതാ ശിവപ്രകാശ സ്വരൂപ. അദ്ദേഹം തന്റെ ബിസിനസ് ചെയ്തു. അങ്ങനെ 1936 ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് 60 വയസ്സായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സാക്ഷാത്കാരങ്ങളിലൂടെ ഈശ്വരൻ തന്റെ കർത്തവ്യത്തിന് രഥമായിക്കൊണ്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. അദ്ദേഹത്തിനോട് ഭഗവാൻ കൊടുത്ത ആജ്ഞ വളരെ വലുതായിരുന്നു. അന്ന് കാലഘട്ടത്തില് കോടാനുകോടി 1936 കേട്ടോ. ആ കാലഘട്ടത്തില് ഓട്ടനാണയോ അങ്ങനെയൊക്കെയുള്ള കാലഘട്ടമാണ്. നമുക്കറിയാലോ 70 കാലഘട്ടങ്ങളിൽ പോലും 50 വയസ്സായിട്ട്. വ്യാപാരി വ്യവസായി പ്രതിനിധികളായ ജയകൃഷ്ണൻ നോവ, CK ചന്ദ്രൻ, സത്യൻ സ്നേഹ, K പ്രഭാകരൻ അടിയോടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ബ്രഹ്മകുമാരി ഷീബ ബഹൻജി ടോപ്പിക് പ്രസന്റേഷൻ നടത്തി. മറ്റൊന്ന് സൊല്യൂഷൻ സീക്കിംഗ് മൈൻഡ്. പ്രോബ്ലത്തിന് വേണ്ടി തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ല, അങ്ങനെയുള്ള ആൾക്കാർ ഈ കൂട്ടത്തിൽ ഇല്ല, എനിക്ക് ഉറപ്പാണ്. അല്ലേ? ആണോ? അല്ലേ? പ്രോബ്ലം തിരയുന്ന മനസ്സുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്ന് കൈവീശ്. ഓ, ആരുമില്ല. പ്രോബ്ലത്തിന് പകരം സൊല്യൂഷൻ തിരയുന്ന മനസ്സുള്ള എല്ലാവരും ഒന്ന് കൈവീശ. ഞാൻ കാണട്ടെ, കൈവീശ. കുറെ ആൾക്കാർക്ക് കൈവീശാൻ അറിയില്ലാന്ന് തോന്നുന്നു. ഒന്ന് കൈവീർത്തി എല്ലാവരും കാണട്ടെ. ഓക്കെ, താങ്ക് യു. കൈ താഴ്ത്തിക്കോളൂ. അപ്പൊ ശരിക്കും 2 ടൈപ്പ് മനസ്സുണ്ട്. പ്രോബ്ലം സീക്കിംഗ് മനസ്സ് എന്ന് വെച്ചാൽ എന്താ അറിയോ? ചില ആളുകൾ നമ്മുടെ സെന്ററിലേ വരാനുണ്ട്. സിസ്റ്ററെ, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുന്ന ഇങ്ങനെ ചെയ്താൽ മതി, അതൊരു സൊല്യൂഷൻ ആവും. അപ്പൊ അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവും. അപ്പൊ എന്നാ പിന്നെ അങ്ങനെ വേണ്ട, ഇങ്ങനെ ചെയ്തോളൂ. അപ്പോഴും അതിനൊരു കാരണം കണ്ടെത്തും. ഇവർക്ക് നിങ്ങളൊരു 1000 സൊല്യൂഷൻ കൊടുത്തോ, ഈ 1000 സൊല്യൂഷനും പറ്റാത്തതിന്റെ കാരണങ്ങൾ കണ്ടെത്തുന്നതിന് എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ, അവരെ എന്ത് പറയുക? പ്രോബ്ലം സീക്കിംഗ് മൈൻഡ്. പ്രശ്നങ്ങൾ മാത്രം തിരയുന്ന മനസ്സുള്ള ആളുകൾ. ചില ആളുകൾ നേരത്തെ പറഞ്ഞ റിച്ചാർഡ് ബ്രാൻസനെ പോലെ തന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടാവുമ്പോഴും അതിൽ നിന്നൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിക്കൊണ്ട് ചിന്തിക്കുകയും പരിഹാരം കാണുകയും ചെയ്യുന്ന ആളുകൾ. അതുകൊണ്ട് ഈ ടൈപ്പ് ആളുകളില് നമുക്ക് എപ്പോഴാണോ നമ്മുടെ മനസ്സിനുള്ളിൽ പ്രോബ്ലത്തിന് പകരം സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു യാത്രയാവുന്നത്, അന്ന് മുതൽ നമ്മുടെ ബിസിനസ് മേലേക്ക് മാത്രമായിരിക്കും വളർച്ച, താഴേക്ക് യാത്രയുണ്ടാവില്ല. അതുകൊണ്ട് ആ പ്രോബ്ലം സീക്കിംഗ് മൈൻഡ്. പക്ഷേ ഞാൻ വെള്ളത്തിനുള്ളിൽ പോയോ? ഇല്ലേ? ഇല്ല. അതെന്താ പോവാത്തെ? അടപ്പിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയുന്ന ചെറിയ കാര്യം, നമ്മുടെ ഈ പ്രോഗ്രാം 1 മണിക്കൂറോളം നമ്മളിങ്ങനെ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ആസ്വദിക്കും. ഞാൻ ക്ലാസ് എടുത്ത് നിങ്ങൾ കേൾക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്നിച്ചൊരു പരിപാടിയിൽ ആസ്വദിക്കും. പക്ഷെ ഈ ആസ്വദിച്ച് കഴിയുമ്പോൾ സപ്പോസ് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കേ വേണ്ട. ഇവിടെ നമുക്ക് പോകുമ്പോൾ വേസ്റ്റ് ബോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഫുഡൊക്കെ എന്തെങ്കിലും പ്രസാദം കഴിച്ചാൽ വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതിലേക്ക് എങ്ങനെയാണ് വലിച്ചെറിഞ്ഞേക്കണം. സപ്പോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ ബുദ്ധിയുടെ
കൂട്ടിയിട്ട് അതിനൊക്കെ ഇട്ടിട്ട് പ്രാക്ടിക്കലായി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണം. പക്ഷേ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ചോദിച്ചോട്ടെ. ആനയെ കണ്ടിട്ടുണ്ടോ? കാണാത്തവരെന്ന് കൈ ഉയർത്ത്. ആനയെ കാണാത്തവരെന്ന് കൈ ഉയർത്ത്. ഓ, എല്ലാവരും കണ്ടിട്ടുണ്ട്. താങ്ക് യു ബാബ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ആനയെ ഒന്ന് മനസ്സിലൊന്ന് കാണാൻ വേണ്ടി പറയുകയാണ് നിങ്ങളുടെ അടുത്ത്. ആനയുടെ ഞാൻ ആന എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും മനസ്സിൽ ചിത്രം വന്നില്ലേ? വന്നു. ഇനി ആനയുടെ മേലെ നിന്ന് കാണുന്ന ചിത്രം, നിങ്ങളൊരു ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് ആനയെ കാണുമെന്ന് വിചാരിക്കുക. ആ ചിത്രം ഒന്ന് കണ്ടേ. ഇനി ആനയുടെ മുന്നിൽ നിങ്ങൾ നിൽക്കുകയാണ്, ആനയെ കാണുകയാണ്. ആ ചിത്രം ഒന്ന് കണ്ടേ. കണ്ടോ? ബി കെ സദാനന്ദൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പേരാമ്പ്ര വെൻഡർ ഇൻചാർജ് ബി കെ രമ്യ സിസ്റ്റർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.